ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിലും ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതാ നമ്മൾ പെട്ടെന്നൊരു ബീഫ് ബിരിയാണി വെക്കട്ടെ. ഒരു വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ അതിൽ കണ്ടിരുന്നു മസാല ഒന്നും ഇല്ലാതെ ഗരം മസാല മാത്രം ഉപയോഗിച്ചിട്ട് ബിരിയാണി വെക്കണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് ബിരിയാണി വെക്കാൻ നിന്നത്. പക്ഷേ ബീഫ് വെറും ഗരം മസാലയും ഉപ്പും മാത്രം ഇട്ടിട്ട് വെക്കണവർക്ക് വലിയ യോജിപ്പില്ലാത്ത കാരണം ഞാൻ ചെറിയ രീതിയിൽ ചെറുതായിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ബീഫ് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളെ ചപ്പും പൊതിനയും കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ട് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞത് നമ്മൾ വലിയ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കുന്നതാണ്. ഈ രീതിയിൽ ഞാൻ ബിരിയാണി വെച്ചിട്ടില്ല കേട്ടോ. വലിയ ഉള്ളി ഫ്രൈ ചെയ്തിട്ട് അപ്പോൾ ഞാനിതാ വലിയ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മറ്റൊരടുപ്പത്ത് ഇതാ നമ്മളെ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബസുമതി റൈസ് 1 hour വെള്ളത്തിലിട്ടിട്ട് സോക്ക് ചെയ്തിട്ട് ഊറ്റി വെച്ചതാണത്. അപ്പോൾ അതാ നമ്മൾ ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും പാൻ ചൂടാക്കിയിട്ട് ഒരു പാത്രം ചൂടാക്കിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് പച്ചമുളകും കൂടി വഴറ്റി വന്നപ്പോൾ ഒരു തക്കാളിയും ഒരു 2 ടേബിൾ സ്പൂണും ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണ്ടേ. അപ്പോൾ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും തക്കാളിയും പിന്നെ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ നന്നായിട്ട് മിക്സായി വന്നപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വലിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വീഡിയോസിലൊക്കെ പറയുന്നത് കേൾക്കാം ഈ വലിയുള്ളി ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കി ബിരിയാണി വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അപ്പോൾ ഞാനും കരുതുന്നത് ഞാനൊന്ന് അങ്ങനെ ബിരിയാണി വെക്കട്ടെ എന്ന് അപ്പോൾ അതാ അതും വലിയുള്ളിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കി വന്ന ചപ്പും പൊതിനയും അതും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഒരു തൈര് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇവിടെ തൈര് തീരെ ഉണ്ടാവില്ല, നാട്ടിൽ തൈര് പോലെയുള്ള തീരെ പുളിയില്ല. അപ്പോൾ ഞാൻ തൈരും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങ, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് കുരു കളഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഒക്കെ നന്നായിട്ട് മിക്സാക്കി റെഡിയായി വന്നപ്പോൾ നമ്മളെ വേവിച്ച് വെച്ച ബീഫ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ വേറെ പാത്രത്തിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതാ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് നമ്മൾ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലയുടെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും ആ വീഡിയോയിൽ കണ്ടതാട്ടോ. അപ്പോൾ അതാ നമ്മൾ മാറ്റി വെച്ച ബീഫിൻ്റെ സോക്ക് വാട്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് ബിരിയാണി ദമ്മിട്ടതിന് മുകളിൽ ആ ബീഫിൻ്റെ സോക്ക് വാട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മളെ ബിരിയാണിയൊക്കെ ഇങ്ങനെ ദമ്മിടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിരിയാണി 90% വേവ് അരി ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി സോക്ക് വാട്ടറിൻ്റെ കൂടി കിടന്നിട്ട് ഒരു 1/2 hour നന്നായിട്ട് ദം വെച്ചിട്ട് വേവിച്ചിട്ടുണ്ട്. ചെറു തീയിൽ 1/2 hour നന്നായിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതപ്പോൾ നമ്മൾ ബിരിയാണി നമ്മൾ ദമ്മിടാൻ പോവുകയാണ്. ഞാനൊരു 1/2 hour നമ്മൾ ഫോയിൽ പേപ്പറൊക്കെ ഇട്ട് കവർ ചെയ്ത് ചെറു തീയിൽ ബിരിയാണി ദമ്മിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ബിരിയാണിയൊക്കെ 1/2 hour കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് സംഭവം.